ഇസ്ലാമിലെ 4-ാം ഖലീഫയായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട ഒരു പരിച കാണാതായി. നീണ്ട തിരച്ചിലുകൾക്കൊടുവിൽ കൂഫയിൽ ഒരു ജൂതനായ മനുഷ്യൻ്റെ കൈവശം അത് കണ്ടപ്പോൾ ഖലീഫ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അത് തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം തയ്യാറായില്ല. ഖലീഫ ഈ വിഷയം കോടതിയുടെ മുമ്പാകെ അവതരിപ്പിച്ചു. അന്ന് കൂഫയിലെ മുഖ്യ ന്യായാധിപനായിരുന്ന ഖാളി ശുറൈഹ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ഇരുഭാഗത്തിനെയും വാദം കേട്ടു. ഖലീഫ ഇത് തൻ്റേതാണെന്ന് വാദിച്ചെങ്കിലും അതിനുള്ള തെളിവ് ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. തെളിവിൻ്റെ അഭാവത്തിൽ ഖലീഫയ്ക്കെതിരായി ഖാളി ശുറൈഹ് വിധി പുറപ്പെടുവിച്ചു. നിശബ്ദനായി വിധിന്യായം കേട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്ന പ്രവിശാലമായ ഇസ്ലാമിക ലോകത്തിൻ്റെ ഭരണാധികാരിയെ കണ്ട് ആ ജൂതനായ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയ പരിച തൻ്റെ അധികാരം ഉപയോഗിച്ച് തിരിച്ചെടുക്കാൻ കഴിയുമായിരുന്നിട്ടും അതിന് തയ്യാറാവാതെ നീതിയുടെ വഴി തേടിയ ഖലീഫ. ഒരു ഭാഗത്ത് ഖലീഫയായിരുന്നിട്ട് കൂടി മറുഭാഗത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ച ഖാളി ശുറൈഹ്. സത്യം കണ്ടെത്തിയ സന്തോഷത്തിൽ ആ മനുഷ്യൻ അലി റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് ആ പരിച തിരികെ കൊടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. ഒരു ഭരണാധികാരിയും ഒരു ന്യായാധിപനും എങ്ങനെയാവണമെന്ന് കാണിച്ചു തന്ന ഏറ്റവും വലിയ മാതൃക.